ഹായ് ഗായ്സ്, ഇതെല്ലാം എൻ്റെ ആദുർബാനയുടെ ഫോട്ടോസാണ്. സോ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വന്നപ്പം എൻ്റെ ആദുർബാന ഉണ്ടായിരുന്നു. ആദുർബാന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഹന്ന കുവൈറ്റിൽ നിന്ന് ആദുർബാനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്ത് വന്ന് നാട്ടിൽ വന്ന് ഞങ്ങൾ ഈശോയെ സ്വീകരിച്ചു അല്ലേ? ഹന്നയുടെ ഡ്രസ്സൊക്കെ എവിടുന്ന വാങ്ങിച്ചേ? ഓപ്ഷൻസ് അങ്കമാലി. ഹന്നയുടെ നെറ്റും മുടിയും ഹന്നയിട്ടേക്കുന്ന എല്ലാ സാധനം ഓപ്ഷൻസ് അങ്കമാലിന്നായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലിയുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്ത് അവിടുന്ന് ഡ്രസ്സ് തുണിയെടുത്ത് അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് നമ്മുടെ ഫാമിലിയുടെ ഡ്രസ്സല്ല. ഈ ഓർണമെന്റ്സ് എല്ലാം വാങ്ങിച്ച ഓപ്ഷൻസ് അങ്കമാലി എന്നായിരുന്നു കേട്ടോ. എല്ലാ സാധനം ഓപ്ഷൻസ് അങ്കമാലി എന്നുള്ള എല്ലാം നല്ലതായിരുന്നു. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല ഡിസൈൻസ് ഒക്കെ അവരുടെ. അതെ, ഹന്നയുടെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കിയത് ഹന്നയുടെ ആദുർബാനയുടെ. ഹന്നയുടെ മേക്കപ്പ് ആരായിട്ട് അമ്മ മേക്കപ്പ് ഇട്ടത് കേട്ടോ. എല്ലാരും കേട്ടോ, അമ്മ മേക്കപ്പ് ചെറിയ മേക്കപ്പിലാണ്. ഉടുപ്പൊക്കെ ഞങ്ങൾ തന്നെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ഞങ്ങൾ തന്നെ ഇട്ട് അല്ലേ? ഹന്നയുടെ ഗ്രാൻഡ് മദർ ആണ്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അല്ലേ? എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന ഇത് ഹന്നയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ തന്നെ. ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന്റെ സ്ഥാനമാണ് ഇത്. പപ്പ ഗ്രാൻഡ് പാരൻസ്. അതെ, ഞങ്ങളുടെ പ്രെയറാണ്. പ്രെയറൊക്കെ കഴിഞ്ഞ് ഗസ്റ്റൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഗസ്റ്റ് ആണ്, നമ്മുടെ റിലേറ്റീവ്സ്. പിന്നെ പ്രെയറൊക്കെ ചെയ്ത് ഈശോയെ സ്വീകരിക്കാൻ പോകുന്ന ഭാഗം അല്ലേ? ഞാനിപ്പോ എല്ലാവർക്കും സ്തുതി കൊടുക്കുക. അപ്പയും അമ്മയും ടെസും ഒക്കെ അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. മമ്മി കോട്ടയത്തെ മമ്മി, അപ്പയും അമ്മയും. ടെസ് ബേബി എന്ത് ചെയ്യും? ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. എന്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കളറാണ് ഞങ്ങളുടെ ഫാമിലി മൊത്തം. ലൈറ്റ് കളർ ആയിരുന്നു ഞങ്ങളുടെ തീം. ഫാമിലി എല്ലാവരുടെയും ലൈറ്റ് കളർ ആയിരുന്നു ഞങ്ങളുടെ തീം. അതുകൊണ്ടാണ് ഇത്ര ലൈറ്റ് കളർ. ആദുർബാന ആയതുകൊണ്ട് ലൈറ്റ് കളർ മതി എന്ന് മമ്മിക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈറ്റ് കളറിലായിരുന്നു. അതാണ് ഞങ്ങളുടെ പള്ളി കേട്ടോ, സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് ചർച്ച്, കുറുപ്പുംപടി ചർച്ച്. എന്താ ഹന്ന പള്ളിയിലെത്തി. നമ്മൾ പള്ളിയിലെ ഫോട്ടോ. നമുക്ക് കാഴ്ച വെക്കുന്ന ഒരു ഇതുണ്ട് ഫസ്റ്റ്. അപ്പൊ കാഴ്ച വെക്കാൻ വേണ്ടി എല്ലാരും കാഴ്ച വസ്തുക്കളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ അപ്പം ആട്ടോ കൊടുത്തത്. ഈശോയുടെ ഓസ്തിയായിരുന്നു ഹന്ന. ബാക്കി എല്ലാരും വേറെ സാധനങ്ങളായിരുന്നു. അങ്ങനെ ഹന്ന കള്ളിലോട്ട് കയറുകയാണ്. ആദ്യം എച്ചൂട്ടൻ ഒക്കെയാണ് ആദ്യം കൊടുത്തത്. ഓരോരുത്തരെ ഫാമിലിയുള്ള ഓരോരുത്തരെ കാഴ്ച വെച്ചിട്ട് അച്ഛനെല്ലാം വാങ്ങിച്ച് പിന്നെ അവിടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഹന്ന ഓസ്തിയായിട്ട് വരുന്നുണ്ട്. ഹന്ന അപ്പയും അമ്മയും കൂടെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു. ഹന്നയ്ക്ക് അച്ഛൻ ബ്ലെസ്സിങ് ചെയ്തു. നമ്മുടെ ക്യാൻഡിൽ ലൈറ്റിംഗ്. അച്ഛനൊരു തിരി കത്തിക്കും, പിന്നെ ഹന്ന ഒരു തിരി കത്തിക്കും. അങ്ങനെ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് അവിടുത്തെ വിളക്ക് കത്തിച്ചിട്ടാണ് കുർബാന തുടങ്ങി. ഇപ്പം ഹന്നയുടെ മാമോദീസയുടെ ഇത് റിന്യൂ ചെയ്യുന്ന സമയമാണ്. അത് മാമോദീസയുടെ സമയത്ത് ഹന്നയുടെ തലതൊട്ടപ്പനും പറഞ്ഞ ഇത് ഇപ്പം ഹന്നയുടെ ബൈ സെൽഫിൽ ഈശോയെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന പ്രെയറാണ്. ഞങ്ങളെല്ലാം കേട്ടിരിക്കുക കേട്ടോ. ഇത് ഞാൻ ഓൾ പേർപ്പസ് പള്ളിയിലെത്തില്ലേ? ബ്ലെസ്സിംഗ് ആണ്. ഹന്ന കുർബാന സ്വീകരിച്ചു. ഹന്നയ്ക്ക് ആദ്യമായിട്ട് ഈശോപ്പനെ കിട്ടി. ഹന്ന അപ്പം ഏറ്റി, ഈശോപ്പയുടെ അപ്പം ഹന്ന. ടെസ് ഒന്ന് ഉറങ്ങുവാന്ന് കേട്ടോ. അതെ, ടെസ് അതൊന്നും കണ്ടില്ല. ടെസ് നല്ല ഉറക്കം. കേക്ക് വെട്ടിയപ്പോ അപ്പയാണ് കേക്ക് കഴിക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഹാൾ സ്റ്റേജ് ഹോളില്. ഇതാണ് കേക്ക്. ഞാൻ കണ്ടുപിടിച്ച ഹന്ന ഈ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്ത് ഇത് നെറ്റിൽ കയറി തപ്പി പിടിച്ചെടുത്ത കേക്കാണ്. അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത കേക്കാണിത്. ഹന്നയുടെ ആൻറ്റിമാരൊക്കെയാണ്.
ഹന്നയുടെ കുഞ്ഞാൻറ്റി ആയിരുന്നു സ്റ്റേജിൽ ആങ്കറിങ് അല്ലേ? ഏറ്റവും കുഞ്ഞാൻറ്റിയും കൊടുത്തേ. ഹന്ന കയറി വരുന്നതാണ് സ്റ്റേജിലേക്ക്. ഉണ്ടാ ഈശോയുടെ മണവാട്ടി സ്റ്റേജിലെത്തി. ടെസ്സ ബേബി ഉണ്ടായിരുന്നു കേട്ടോ ആങ്കറിങ്ങിന്. ടെസ്സോ പ്രയറൊക്കെ ചൊല്ലി സ്റ്റാർട്ടിങ് പ്രയറൊക്കെ ടെസ്സുവിൻ്റെ വകയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പുറകെ ഇടുന്നുണ്ട്. വീഡിയോ സെക്ഷൻ ഇനി പുറകെ വരുന്നുണ്ട് സെക്കൻഡ് പാർട്ടായിട്ട്. ഹന്ന കേക്ക് കട്ടിങ് എന്ന് പറയുന്നേ ഉള്ളൂ. ബാക്കി രണ്ടുപേരുടെയും കൈ അതിനകത്തുണ്ട് അല്ലേ? സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മുടെ പള്ളിയിൽ ഉള്ളൊരു ചേട്ടനെ കൊണ്ട് തന്നെ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്ത ആ ചേട്ടൻ പറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലുള്ളൊരു ചേട്ടനെ കൊണ്ട് തന്നെ ചേച്ച കേക്കായിരുന്നു. നല്ല കേക്കായിരുന്നു. സൂപ്പർ ടേസ്റ്റി. ഈ സ്റ്റേജും ഹന്നയും അപ്പയും കൂടെയുള്ള സെലക്ഷനാണ്. ഹന്നയുടെ സെലക്ഷനും അപ്പയുടെ സെലക്ഷനോട് മിക്സ് ചെയ്തുള്ള ഒരു സ്റ്റേജാണ്. ഹന്നയുടെ കൂടെ എല്ലാരും കയറുന്നു, ഫോട്ടോ എടുക്കുന്നതാണ്. ഏറ്റവും അവസാനം ഹന്ന മടുത്തു. ഹന്നയുടെ ആ ഫ്രഷ് രാവിലത്തെ ഫ്രഷ്നെസ് ഒക്കെ ഇപ്പൊ ഏറ്റവും അവസാനത്തിന് ഹന്ന ടയേർഡായി. വീട്ടിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ പിള്ളേരെ സെക്ഷൻ ആട്ടോ. ജൂബീസിന്റെ വീട്ടിലെ മമ്മിയുടെ അവിടുത്തെ എല്ലാ പിള്ളേരെ സെക്ഷനാണ്. ഞങ്ങളാണ് അവിടുത്തെ ഏറ്റവും മൂത്ത അല്ലേ? ജൂബീസും അമ്മയും ഹന്നയുടെ അപ്പയും അമ്മയാണ് അവിടുത്തെ ഏറ്റവും മൂത്ത പിള്ളേർ. ഇനി ഫുഡ് എല്ലാരും ഫുഡ് കഴിക്കുന്ന ടൈമാണ് അല്ലേ? ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. കുവൈറ്റിന്ന് ജോബീസിന്റെ ഫ്രണ്ട്സ് വന്നവരാണിത്. എല്ലാരും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചവര് വന്ന് നമ്മളോടെ ഫോട്ടോ എടുക്കും. നമ്മുടെ കസിൻസും റിലേറ്റീവ്സൊക്കെ ഇത് മമ്മിയുടെ അനിയത്തിമാരാണ്. ഹന്ന മടുത്ത് ടയേർഡായി. ഹന്നയ്ക്ക് എങ്ങനെയാലും ഹന്നയുടെ അമ്മച്ചിയുടെയും കൂടെ വീഡിയോ ടെസ്റ്റ് അമ്മച്ചിക്ക് ഉമ്മ കൊടുക്കുന്നു അല്ലേ? ഇപ്പം ഈ ഫോട്ടോയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കാൻ നല്ലത്. കാരണം നമ്മൾ ആ ഒരു ഫംഗ്ഷൻ അവിടെ നടത്തി കയറി പോന്നു. ഇനിയിപ്പോൾ ഇത് ഫോട്ടോസൊക്കെ മാത്രമേ നമുക്ക് മിച്ചമുള്ളൂ. ഹന്നയുടെ ആദിർവാനയുടെ ടൈം ആയിരുന്നു അല്ലേ? ടെസ്സ ബേബി ഹന്നയുടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ? വീഡിയോ എടുത്തോണ്ടിരുന്നില്ലേ? ടെസ്സ ബേബിയുടെ പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കലുണ്ടായിരുന്നു. ഇതെല്ലാം പ്രോഗ്രാംസ് ആയിരുന്നു അല്ലേ? ടെസ്സു ഒറ്റയ്ക്ക് പാട്ട് പാടി, ഡാൻസ് കളിച്ചു. ടെസ്സു ഭയങ്കരമായിട്ട് തകർത്ത് ചേച്ചിയുടെ ആദിർവാനത്തെ കണ്ടോ? ഒറ്റയ്ക്ക് പാട്ട് പാടുന്നുണ്ട് മൊബൈലിൽ നോക്കി. മൊബൈല് കയ്യിൽ എല്ലാരും പിടിച്ചേക്കുന്നേ ഉള്ളൂ. പക്ഷെ ആള് പാട്ട് മുഴുവൻ കാണാതെ പാടി അല്ലേ? ഇത് പാട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. ഹന്നയുടെ പാട്ട് പാടുന്നത്. എല്ലാരും ഫുഡ് കഴിക്കാൻ അമ്മ പാട്ട് പാടി